ഇന്നത്തെ ക്ലാസ് 8th സ്റ്റാൻഡേർഡിലെ ഒന്നാമത്തെ ചാപ്റ്ററായ തുല്യ ത്രികോണങ്ങളിൽ പാർട്ട് 4 സമപാർശ്വ ത്രികോണങ്ങൾ. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി ബി സി എന്നിവ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതായത് സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ തുല്യമായിട്ടുള്ള ത്രികോണത്തെയാണ് സമപാർശ്വ ത്രികോണം, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ത്രികോണ എ ബി സിയിൽ എ സി ബി സി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ത്രികോണ എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകതകൾ: സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ, അതായത് കോൺ എ കോൺ ബി, അതായത് തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എയും ബിയും തുല്യമായിരിക്കും. അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ പാദകോണുകൾ തുല്യമാണ്. അതായത് ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ ആ കോണുകൾക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. അപ്പോൾ ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി സമം ബി സി, അതുകൊണ്ട് കോൺ എ സമം കോൺ ബി, അതായത് ത്രികോണ എ ബി സിയിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അതുകൊണ്ട് ത്രികോണ എ ബി സിയെ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നു. ഈ തുല്യ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്, അതായത് എയും ബിയും തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള വശങ്ങളും തുല്യമാണ്. ഇവിടെ ത്രികോണം എ ബി സിയിൽ ഈ രണ്ട് വശങ്ങൾ എ സിയും ബി സിയും തുല്യമാണ്. അതുകൊണ്ട് ത്രികോണം എ ബി സി ഒരു സമപാർശ്വ ത്രികോണമാണ്. ഇവിടെ ഈ തുല്യ വശങ്ങൾ ചേർന്ന് വരുന്ന ഈ മൂലയിൽ നിന്ന്, അതായത് സിയിൽ നിന്ന് എ ബിയിലേക്ക് വരയ്ക്കുന്ന ലംബം, അതായത് സി ഡി എന്ന ലംബം സി എന്ന കോണിനെയും എ ബി എന്ന വശത്തെയും സമഭാഗം ചെയ്യുന്നു. അതായത് ഇവിടെ കോൺ സി ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഇവിടെ എ ബിയിൽ ഡി മധ്യബിന്ദുവാണ്. അതായത് ഈ കോൺ 90 ഡിഗ്രി എങ്കിൽ ഈ സി ഡി എന്നുള്ളത് എ ബിക്ക് ലംബമാണ്. എ ബിക്ക് ലംബമാണെങ്കിൽ എ ബിയുടെ മധ്യബിന്ദുവാണ് ഡി. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി സമം ബി സി, സി ഡി എന്നുള്ളത് എ ബിക്ക് ലംബമാണ് എ ബി എങ്കിൽ ഡി എ ബിയുടെ മധ്യബിന്ദുവാണ്. അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ സമാന വശങ്ങൾ, തുല്യമായ വശങ്ങൾ ചേർന്ന് വരുന്ന കോണിൽ നിന്ന് എതിർവശത്തേക്കുള്ള ലംബം ഈ കോണിനെയും എതിർവശത്തെയും സമഭാഗം ചെയ്യുന്നു. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ ബി 5, ബി സി 5, എ സി 5 ഈ മൂന്ന് വശങ്ങൾ 5 സെൻറ്റിമീറ്ററാണ്. അതായത് ഈ മൂന്ന് വശങ്ങളും തുല്യമാണ്. ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളും തുല്യമായാൽ ആ ത്രികോണത്തെ സമഭുജ ത്രികോണം എന്ന് പറയുന്നു, അതായത് ഈക്വലേറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നു. എങ്കിൽ ഇവിടെ കോണുകളുടെ പ്രത്യേകത: ഒരു ത്രികോണത്തിൻ്റെ മൂന്ന് കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടുന്നു. ഇവിടെ മൂന്ന് വശങ്ങൾ തുല്യമാണ്. മൂന്ന് വശങ്ങൾ തുല്യമായതുകൊണ്ട് മൂന്ന് കോണുകളും തുല്യമെങ്കിൽ ആകെ 180, അപ്പോൾ ഓരോന്നും 60 ഡിഗ്രി ആയിരിക്കും. അതായത് ത്രികോണം എ ബി സിയിൽ എ ബി സമം ബി സി സമം എ സി, അതായത് മൂന്ന് വശങ്ങൾ തുല്യമാണ്. മൂന്ന് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു. മൂന്ന് കോണുകൾ തുല്യമാണ് എങ്കിൽ കോൺ എ സമം 60 ഡിഗ്രി, കോൺ ബി സമം 60 ഡിഗ്രി, കോൺ സി സമം 60 ഡിഗ്രി. അടുത്തത് പേജ് നമ്പർ 26-ലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം: ചുവടെ കുറേ സമപാർശ്വ ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഓരോന്നിലും ഒരു കോൺ എഴുതിയിട്ടുണ്ട്. മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. ഇവിടെ ഒരു ത്രികോണമുണ്ട്, സമപാർശ്വ ത്രികോണമാണ്. അതിലൊരു കോൺ തന്നിട്ടുണ്ട്. ബാക്കി രണ്ട് കോണുകൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തെ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ കോൺ എ സമം 30 ഡിഗ്രി എങ്കിൽ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇവിടെ എ സി ബി സി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. എങ്കിൽ ത്രികോണം എ ബി സിയിൽ എ സി സമം ബി സി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ കോൺ എ സമം കോൺ ബി, ഇവിടെ കോൺ എ സമം
30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് കോൺ ബി സമം 30 ഡിഗ്രി. ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അപ്പോൾ ഇത് 30 എങ്കിൽ ഇത് 30. ഇനി കോൺ സിയുടെ അളവ് കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ആണ്. എ സമം 30 കോൺ ബി സമം 30 പ്ലസ് കോൺ സി സമം 180. ഇത് പ്ലസ് ചെയ്താൽ 60 പ്ലസ് കോൺ സി സമം 180 കോൺ സി സമം 180 മൈനസ് 60 സമം 120. ഇവിടെ കോൺ സി സമം 120 ഡിഗ്രി. അടുത്ത് ഇവിടെ സമപാർശ്വ ത്രികോണമുണ്ട്. ഈ കോൺ 40 ഡിഗ്രിയാണ്. ബാക്കി രണ്ട് കോണുകൾ കാണണം. അപ്പോൾ ഇവിടെ ത്രികോണത്തെ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ സമപാർശ്വ ത്രികോണം എ സി ബി സി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഇവിടെ ഈ കോൺ 40 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ എയും ബിയും കാണണം. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി സമം ബി സി. അതുകൊണ്ട് കോൺ എ സമം കോൺ ബി. ഇവിടെ ഈ ത്രികോണത്തിൻ്റെ എ ബി സി ഈ മൂന്ന് കോണുകൾ പ്ലസ് ചെയ്താൽ കിട്ടുന്ന 180 ഡിഗ്രിയാണ്. ഇപ്പോൾ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. കോൺ സി സമം 40 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സി സമം 40 സമം 180. കോൺ എ പ്ലസ് കോൺ ബി സമം 180 മൈനസ് 40 എങ്കിൽ കോൺ എ പ്ലസ് കോൺ ബി സമം 140. ഇവിടെ കോൺ എ പ്ലസ് ബി സമം 140 തുല്യമാണെങ്കിൽ ഓരോന്നും അതിൻ്റെ പാതിയായിരിക്കും. കോൺ എ സമം 140/2 സമം 70. കോൺ ബി സമം 70. ഇവിടെ കോൺ എ സമം 70 ഡിഗ്രി, കോൺ ബി സമം 70 ഡിഗ്രി. ഇവിടെ ത്രികോണം ഈ ത്രികോണത്തിൽ ഇവിടെ ഈ കോൺ 20 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ രണ്ട് കോണുകൾ കാണണം. ഇവിടെ നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ എ സമം 20. ഇവിടെ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ ബി സമം എ സി. ഇവിടെ കോൺ ബി സമം കോൺ സി. ഇവിടെ ഈ മൂന്ന് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു എങ്കിൽ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. എ സമം 20 ഡിഗ്രിയാണ്. 20 പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. ഇവിടെ കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 20 സമം 160. അതായത് കോൺ ബി പ്ലസ് കോൺ സി സമം 160. അതായത് ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 160 കിട്ടുന്നു. പക്ഷെ രണ്ടും തുല്യമാണ് എങ്കിൽ ഓരോന്നും 80 ആയിരിക്കും. കോൺ ബി സമം 160/2 സമം 80 ഡിഗ്രി. കോൺ സി സമം 80 ഡിഗ്രി. ബി സമം 80, സി സമം 80. ഇവിടെ ഈ ത്രികോണത്തിൽ ഈ കോണാണ് 100 ഡിഗ്രി. പക്ഷേ ഇവിടെ ഈ രണ്ട് വശങ്ങളാണ് തുല്യം എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. എങ്കിൽ ഇവിടെ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ കോൺ എ സമം 100 ഡിഗ്രി. ഇത് രണ്ടും തുല്യമാണെങ്കിൽ ത്രികോണം എ ബി സിയിൽ എ ബി സമം എ സി. അതുകൊണ്ട് കോൺ ബി സമം കോൺ സി ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ മൂന്ന് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. എ സമം 100 ഡിഗ്രി പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 100 സമം 80. അതായത് കോൺ ബി പ്ലസ് കോൺ സി സമം 80.
അതായത് ബി പ്ലസ് സി സമം 80 ആണ്. രണ്ടും തുല്യമാണെങ്കിൽ ഓരോന്നും പാതി, അതായത് 40 ഡിഗ്രി ആയിരിക്കും. കോൺ ബി സമം 80/2 40. ഇവിടെ കോൺ സി സമം 40. ബി സമം 40 ഡിഗ്രി, സി സമം 40 ഡിഗ്രി. അടുത്ത രണ്ടാമത്തെ ചോദ്യം. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റ് രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? ഒരു ത്രികോണത്തിൻ്റെ, അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. എങ്കിൽ ഒരു കോൺ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. കാരണം 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുമ്പോൾ ഒരു കോൺ തുല്യമായി വരുന്ന കോൺ 120 ഡിഗ്രി എന്തായാലും ആവുന്നില്ല. അതുകൊണ്ട് ഇവിടെ ത്രികോണം എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ തുല്യമല്ലാതെ വരുന്ന കോണാണ് 120 ഡിഗ്രി. എങ്കിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി സമം എ ബി എങ്കിൽ കോൺ ബി സമം കോൺ സി. ഇവിടെ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. കോൺ എ സമം 120 ഡിഗ്രി പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 120 സമം 60. കോൺ ബി പ്ലസ് കോൺ സി സമം 60. എങ്കിൽ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 60 കിട്ടുന്നു. രണ്ടും തുല്യമാണെങ്കിൽ ഓരോന്നും 30. കോൺ ബി സമം 30 ഡിഗ്രി, കോൺ സി സമം 30 ഡിഗ്രി. അതായത് സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ തുല്യമല്ലാത്ത കോണാണ് 120 വരുന്നത്. തുല്യമായി വരുന്ന കോൺ 120 ആവുന്നില്ല. കാരണം 3 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആവുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ആകെ 180 ഡിഗ്രിയാണ് വരേണ്ടത്. ഇത് 120 എങ്കിൽ ബാക്കി വരുന്ന 60 ഡിഗ്രി. ഇത് രണ്ടും കൂട്ടിയാൽ 60 കിട്ടുന്നു. അപ്പോൾ ഓരോന്നും 30 ഡിഗ്രി ആയിരിക്കും. അടുത്ത മൂന്നാമത്തേത്. ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അതിൻ്റെ മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ ത്രികോണം വരച്ചിട്ടുണ്ട്. ഈ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തുല്യമല്ലാത്ത കോൺ ആണ് 90 ഡിഗ്രി. ഈ 3 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്ന 180 ആണ്. അപ്പോൾ ഒരു കോൺ 90 ഡിഗ്രി ആണെങ്കിൽ തുല്യമല്ലാത്ത വരുന്ന ഒരു കോണാണ് 90 ഡിഗ്രി ആവുന്നത്. ഇവിടെ ഈ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു. എങ്കിൽ ഇത് 90 ആണെങ്കിൽ ബാക്കി വരുന്ന രണ്ട് കോണിൻ്റെയും തുക 90 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തെ എ ബി സി എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എ സമം 90 ഡിഗ്രിയാണ്. ബി പ്ലസ് സി ബാക്കി വരുന്ന 90 ഇതിന് തുല്യമാണെങ്കിൽ ഓരോന്നും 45 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സി സമം എ ബി ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. ഇവിടെ കോൺ ബി സമം കോൺ സി, കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180. എ സമം 90 ഡിഗ്രി, ബി പ്ലസ് കോൺ സി സമം 180. കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 90 സമം 90. ഇവിടെ കോൺ ബി പ്ലസ് കോൺ സി സമം 90. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ 90 കിട്ടുന്നു. ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഓരോന്നും 90ൻ്റെ പാതി 45. അതായത് കോൺ ബി സമം 45 ഡിഗ്രി, കോൺ സി സമം 45 ഡിഗ്രി. അടുത്തത് നാലാമത്തെ ചോദ്യം. ചിത്രത്തിൽ ഒ വൃത്തകേന്ദ്രവും എ ബി എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. കോൺ എ, കോൺ ബി ഇവ കണക്കാക്കുക. ഇവിടെ ഈ ചിത്രത്തിൽ വൃത്തകേന്ദ്രമാണ് ഒ, എ ബി എന്നിവ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളാണ്. ഈ രീതിയിൽ ത്രികോണം വരയ്ക്കുന്ന സമയത്ത് ഈ കോൺ എ, കോൺ ബി ഇവയുടെ അളവ് കാണുക. ഇവിടെ ത്രികോണം ഒ എ ബിയിൽ ഒ എ, ഒ ബി എന്നിവ ആരങ്ങളാണ്. ഒരു വൃത്തത്തിൻ്റെ
എല്ലാ ആരരേഖാഖണ്ഡങ്ങളും അതായത് ആരങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ OA OB തുല്യമാണ് എങ്കിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഇവിടെ ത്രികോണം OAB സമപാർശ്വ ത്രികോണമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. എങ്കിൽ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു. ഇത് 60 ആണെങ്കിൽ ബാക്കി വരുന്ന 120 ഇതിനും തുല്യമാണെങ്കിൽ ഓരോന്നും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ത്രികോണം OABയിൽ OA സമം OB. ഇത് വൃത്തമാണ്, വൃത്തകേന്ദ്രമാണ് O. വൃത്തകേന്ദ്രത്തിൽ ഇവിടെ ആരങ്ങളാണ് OA OB ആരങ്ങളാണ്. അതുകൊണ്ട് ഈ ത്രികോണത്തിൽ OA OB എന്നിവ തുല്യമാണ്. OA സമം OB. അതുകൊണ്ട് ഈ ത്രികോണം സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് കോൺ A സമം കോൺ B എങ്കിൽ കോൺ O പ്ലസ് കോൺ A പ്ലസ് കോൺ B സമം 180. ഇവിടെ കോൺ O സമം 60 ഡിഗ്രി തന്നിട്ടുണ്ട് എങ്കിൽ 60 പ്ലസ് കോൺ A പ്ലസ് കോൺ B സമം 180. കോൺ A പ്ലസ് കോൺ B സമം 180 മൈനസ് 60. ഇവിടെ കോൺ A പ്ലസ് കോൺ B സമം 120. A പ്ലസ് B സമം 120. A പ്ലസ് B സമം 120 ആണ്. എയും ബിയും തുല്യമാണ് എങ്കിൽ ഓരോന്നും അതിൻ്റെ പാതിയായിരിക്കും. അതായത് കോൺ A സമം 60 ഡിഗ്രി, കോൺ B സമം 60 ഡിഗ്രി. അടുത്തത് 5ാമത്തെ ചോദ്യം. ചിത്രത്തിൽ O വൃത്തകേന്ദ്രവും ABC എന്നിവ വൃത്തത്തിലെ ബിന്ദുക്കളാണ്. ത്രികോണ ABCയുടെ കോണുകൾ എന്തൊക്കെയാണ്? ഇവിടെ ഈ ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, ABC എന്നിവ വൃത്തത്തിലെ ഓരോ ബിന്ദുക്കളാണ്. ഈ ത്രികോണത്തിൽ ഇവിടെ ഇത് 120, ഇത് 120 ഡിഗ്രി എങ്കിൽ ABC കോൺ A, കോൺ B, കോൺ C എന്നിവ കാണുക. അപ്പോൾ ഇവിടെ വൃത്തകേന്ദ്രമാണ് O എങ്കിൽ ഈ ത്രികോണം OAC, ഈ ത്രികോണത്തിൽ OA OC ആരങ്ങളാണ്. അപ്പോൾ ഇത് തുല്യമായിരിക്കും. അപ്പോൾ ഈ രണ്ട് കോണുകൾ തുല്യമാണ്. അതേപോലെ OBA, ഈ ത്രികോണത്തിൽ OB OA ആരങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. എങ്കിൽ ഇവിടെ ത്രികോണം OAC, ത്രികോണം OACയിൽ OC സമം OA, ഈ ത്രികോണത്തിൽ OC OA എന്നിവ തുല്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. കോൺ OAC സമം കോൺ OCA. ഈ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുന്നു എങ്കിൽ COA പ്ലസ് COA പ്ലസ് OAC കോൺ OAC പ്ലസ് കോൺ OCA സമം 180. ഇപ്പോൾ COA 120 തന്നിട്ടുണ്ട്. ഇവിടെ 120 പ്ലസ് കോൺ OAC പ്ലസ് കോൺ OCA സമം 180. ഇവിടെ കോൺ OAC പ്ലസ് കോൺ OCA സമം 180 മൈനസ് 120 സമം 60. ഇവിടെ കോൺ OAC പ്ലസ് കോൺ OCA സമം 60 ഡിഗ്രി എങ്കിൽ ഓരോന്നും ഇതിൻ്റെ പാതിയാണ്. അതായത് കോൺ OAC സമം 30 ഡിഗ്രി, കോൺ OCA സമം 30 ഡിഗ്രി. ഈ രണ്ട് കോണുകൾ 30 ഡിഗ്രി വീതമായിരിക്കും. അടുത്തത് ത്രികോണം OBA. OBAയിൽ OB സമം OA. അതുകൊണ്ട് കോൺ OBA സമം കോൺ OAB. ഇവിടെ കോൺ AOB പ്ലസ് കോൺ
ഒ ബി എ പ്ലസ് കോൺ ഒ എ ബി സമം 180. എ ഒ ബി സമം 120 ഡിഗ്രി. ഇവിടെ 120 പ്ലസ് കോൺ ഒ ബി എ പ്ലസ് കോൺ ഒ എ ബി സമം 180. കോൺ ഒ ബി എ പ്ലസ് കോൺ ഒ എ ബി സമം 180 മൈനസ് 120 എങ്കിൽ കോൺ ഒ ബി എ പ്ലസ് കോൺ ഒ എ ബി സമം 60 എങ്കിൽ ഇത് പ്ലസ് ഇത് സമം 60 ആണ്. അതായത് ഈ രണ്ട് കോണുകൾ പ്ലസ് ചെയ്താൽ 60 കിട്ടുന്നു. ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഈ രണ്ട് കോണുകൾ 30 ഡിഗ്രി വീതമായിരിക്കും. കോൺ ഒ ബി എ സമം 30 ഡിഗ്രി, കോൺ ഒ എ ബി സമം 30 ഡിഗ്രി. ഇവിടെ ഇത് 30 ആണ്, ഇത് 30 ആണ് എങ്കിൽ കോൺ എ സമം 60 ഡിഗ്രി. ഇവിടെ കോൺ ഒ എ സി സമം 30 ഡിഗ്രിയാണ്, കോൺ ഒ എ ബി സമം 30 ഡിഗ്രിയാണ്. അതായത് കോൺ എ സമം കോൺ ഒ എ സി പ്ലസ് കോൺ ഒ എ ബി. ഇത് രണ്ടും 30 ഡിഗ്രി വീതമുണ്ട്. 30 പ്ലസ് 30 സമം 60. ഇവിടെ കോൺ എ സമം 60 ഡിഗ്രി. ഇപ്പോൾ കോൺ എ സമം 60 ഡിഗ്രി ആണ് എങ്കിൽ ത്രികോണം എ ബി സിയിൽ കോൺ എ സമം 60 ഡിഗ്രി. ഇവിടെ ബി ഒ എ, എ ഒ സി ഈ രണ്ട് കോണുകൾ 120 ഡിഗ്രി ആയതുകൊണ്ട് ഈ തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തുല്യമാണ്. അതായത് എ സി എ ബി എന്നിവ തുല്യമാണ് എങ്കിൽ ഈ രണ്ട് കോണുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഇവിടെ ത്രികോണം എ ബി സിയിൽ ബി ഒ എ സമം കോൺ സി ഒ എ സമം 120 ഡിഗ്രി. അതായത് ബി ഒ എ സി ഒ എ ഈ രണ്ട് കോണുകൾ 120 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് കോണുകൾക്ക് എതിരെയുള്ള വശങ്ങൾ, അതായത് ഇതിനെതിരെയുള്ള വശം എ സിയും ഇതിനെതിരെയുള്ള വശം എ ബിയും തുല്യമായിരിക്കും. അതുകൊണ്ട് എ ബി സമം എ സി ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് കോൺ ബി സമം കോൺ സി എങ്കിൽ എ സമം 60 തന്നിട്ടുണ്ട്. കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180, എ സമം 60 പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180, കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 60 എങ്കിൽ കോൺ ബി പ്ലസ് കോൺ സി സമം 120. ബി പ്ലസ് സി സമം 120. അതായത് ഈ ത്രികോണ എ ബി സിയിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമായതുകൊണ്ട് ബിയും സിയും തുല്യമാണ്. ബിയും സിയും കൂട്ടിയാൽ 120 കിട്ടുന്നു എങ്കിൽ ഓരോന്നും പാതിയാണ്. അപ്പോൾ ബിയും സിയും 60 ഡിഗ്രി വീതമായിരിക്കും. അതുകൊണ്ട് കോൺ ബി സമം 60 ഡിഗ്രി, കോൺ സി സമം 60 ഡിഗ്രി. ഇവിടെ ത്രികോണം എ ബി സിയിൽ എ സമം 60 ഡിഗ്രി, ബി സമം 60, സി സമം 60.